ഹായ് എവരിവൺ. മാനേജറിയൽ എക്കണോമിക്സിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് റവന്യൂ എന്ന ചാപ്റ്ററിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോസ്റ്റ് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. ഫസ്റ്റ് വൺ കോസ്റ്റ് ഫങ്ഷൻ, കോസ്റ്റ് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ്, കോസ്റ്റ് ഫങ്ഷനെ കുറിച്ചാണ്. നമ്മൾക്കറിയാം എന്തൊക്കെയാണ് കോസ്റ്റിൻ്റെ ഡിറ്റർമിനൻസ് എന്തൊക്കെയാണ്. ഇതിനു മുമ്പേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഔട്ട്പുട്ട്, ഔട്ട്പുട്ടിൻ്റെ റേറ്റ്. സെക്കൻഡ് വൺ സൈസ് ഓഫ് പ്ലാന്റ്, പ്രൈസസ് ഓഫ് ഇൻപുട്ട് ഫാക്ടേഴ്സ്, ടെക്നോളജി, എഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ലേബർ എക്സെട്ര. ഇത്രയും കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ കോസ്റ്റിൻ്റെ ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോസ്റ്റ് ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഔട്ട്പുട്ട്, സൈസ് ഓഫ് പ്ലാന്റ്, പ്രൈസ് ഓഫ് ഇൻപുട്ട് ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും, അതിലുപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് ആയിരിക്കും. ടെക്നോളജി, നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊക്കെ തരത്തിലുള്ള മെഷീൻ ബേസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ഉണ്ട്. എഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റ്, എത്രത്തോളമാണ് റോ മെറ്റീരിയലിൻ്റെ ഓപ്റ്റിമം യൂസ്, അതായത് ഓപ്റ്റിമം യൂസ് ഓഫ് റോ മെറ്റീരിയൽ എന്ന് പറയുന്ന രൂപത്തിലേക്ക് ഉപയോഗിക്കുന്നത്. വർക്കേഴ്സിനെ എത്ര കണ്ട് കാര്യക്ഷമമായി ഉപയോഗിച്ച് വർക്കിംഗ് ഹവർ കുറയ്ക്കുന്നുണ്ട്. ലേബർ എത്രത്തോളം സ്കിൽഫുള്ളാണ് എന്നുള്ളതെല്ലാം. ഇത്രയെല്ലാമാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിറ്റർമിനൻസ് ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി കോസ്റ്റ് ഫങ്ഷൻ എന്താണ്? കോസ്റ്റ് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾക്ക് കോസ്റ്റ് ആൻഡ് ഔട്ട്പുട്ട് ആർ കോ റിലേറ്റഡ്. വെൻ ഔട്ട്പുട്ട് ഇൻക്രീസസ് ആൾസോ ഇൻക്രീസസ്, കോസ്റ്റ് ആൾസോ ഇൻക്രീസസ്, വൈസ് വേഴ്സ. നമ്മൾക്കറിയാം കോസ്റ്റ് ആൻഡ് ഔട്ട്പുട്ട് ആർ കോ റിലേറ്റഡ് ആണ്. നമ്മൾക്കൊന്നും കൂടി പറയാം, കോസ്റ്റും ഔട്ട്പുട്ടും പോസിറ്റീവ് റിലേഷൻ ആണെന്നും കൂടി പറയാം. എന്തുകൊണ്ട്? കോസ്റ്റ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതിന് അനുസരിച്ച് നമ്പർ ഓഫ് പ്രോഡക്റ്റിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ കോസ്റ്റും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. എന്തുകൊണ്ട്? 100 പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ 100ൽ നിന്നും 110 ആവുമ്പോൾ പ്രോഡക്റ്റിൻ്റെ നമ്പർ 110ലേക്ക് ഇൻക്രീസ് ചെയ്തു. അവിടെ 100 പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ 5000 രൂപയാണെങ്കിൽ 110 പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ 5000 രൂപ മതിയാവും? അല്ല, 5050 5100 ആയിട്ട് നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും ഇൻക്രീസ് ചെയ്യും. ഇതുകൊണ്ടാണ്. ഇതുപോലെ തന്നെയാണ് തിരിച്ചും. ഔട്ട്പുട്ട് ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ കോസ്റ്റും എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. The relationship between cost and output technically known as cost function. കോസ്റ്റും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ടെക്നിക്കലി നമ്മൾ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത്. എന്താണ്? The relationship between cost and output is technically known as cost function. അപ്പോൾ കോസ്റ്റ് ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പറയാൻ സാധിക്കണം, ഔട്ട്പുട്ടും കോസ്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ടെക്നിക്കലി നമ്മൾ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനെ മാത്തമാറ്റിക്കലി നമ്മൾ ഇക്വേഷനിലൂടെ നമ്മൾ കോസ്റ്റ് ഫങ്ഷൻ എന്തെന്ന് പറയും? ടി സി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ക്യൂ. അപ്പോൾ ടി സി എന്താണ്? ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു ഫങ്ഷൻ ഓഫ് ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ്ഡ് ഓർ ഔട്ട്പുട്ട്. എന്തെന്ന് പറയാം? ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ്ഡ് ഓർ ഔട്ട്പുട്ട്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഫങ്ഷൻ ഓഫ് ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ്ഡ്. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രത്തോളം ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതിന് അനുസരിച്ചാണ്, അല്ലേ? പെർ യൂണിറ്റ് കൊണ്ട് ഇൻറ്റു ചെയ്താലല്ലേ നമ്മൾക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടുക. ഇനി there are 2 types of cost functions. 2 തരത്തിലുള്ള കോസ്റ്റ് ഫങ്ഷൻ ആണുള്ളത്. ഏതൊക്കെയാണ്? ഷോർട്ട് റൺ ഫങ്ഷൻ ആൻഡ് ലോങ് റൺ കോസ്റ്റ് ഫങ്ഷൻ. ഇതിൽ ഫസ്റ്റ് നമ്മൾക്ക് പഠിക്കാനുള്ളത് ഷോർട്ട് റൺ കോസ്റ്റ് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. ഷോർട്ട് റൺ കോസ്റ്റ് അനാലിസിസ് എന്ന് പറയും.
അതിനു മുമ്പായിട്ട് നമ്മൾ കോസ്റ്റ് ഫംഗ്ഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ കോസ്റ്റ് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് ഹെൽപ്പ് ഡിറ്റർമിൻ ഒപ്റ്റിമം ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. ഓപ്റ്റിമം ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്പനിക്ക് ഏത് പോയിന്റിലാണ് ഓപ്റ്റിമം ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് കോസ്റ്റ് ഔട്ട്പുട്ട് റിലേഷൻ കണ്ടു കഴിഞ്ഞാൽ, അതായത് കോസ്റ്റ് ഫംഗ്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാവും എന്നുള്ളതാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഷോർട്ട് റൺ കോസ്റ്റ് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് ഓർ ഷോർട്ട് റൺ കോസ്റ്റ് അനാലിസിസ്. During the short run, the fixed factors are constant. Output can be changed by changing the variable factors only. Short run-ൽ ഫിക്സഡ് ഫാക്ടേഴ്സ്, നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ഫിക്സഡ് ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും? ലാൻഡ്, ബിൽഡിങ്, പ്ലാന്റ്, മെഷീനറി എല്ലാം ഫിക്സഡ് ആയിട്ടുള്ളതാണ്. നമ്മൾക്ക് ഒരിടത്തു നിന്ന് പെട്ടെന്ന് തന്നെ മറ്റൊരിടത്തേക്ക് മാറ്റാനോ അതിൽ മാറ്റം വരുത്താനോ സാധിക്കില്ല. ലാൻഡിലോ ബിൽഡിങ്ങിലോ പ്ലാന്റിലോ മെഷീനറിലോ പെട്ടെന്ന് ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾക്ക് മാറ്റം വരുത്താനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഷോർട്ട് റൺ പീരീഡിൽ ഫിക്സഡ് ഫാക്ടേഴ്സ് ആർ കോൺസ്റ്റൻറ്റ്. പിന്നീട് ഔട്ട്പുട്ട് ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ ചേഞ്ചിങ് ദ വേരിയബിൾ ഫാക്ടേഴ്സ് ഓൺലി. ഔട്ട്പുട്ട് നമ്മൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നത് വേരിയബിൾ ഫാക്ടേഴ്സിൽ മാറ്റം വരുത്തിക്കൊണ്ട് മാത്രമാണ്. അതാണ് ഷോർട്ട് റൺ പീരീഡിൽ നമ്മൾ പറയുന്നത്. ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആൻഡ് ടോട്ടൽ കോസ്റ്റ് ഇൻ ദ ഷോർട്ട് റൺ. ഷോർട്ട് റണ്ണിൽ നമ്മൾ കാണിക്കുന്നത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ടോട്ടൽ വേരിയബിൾ കോസ്റ്റും ടോട്ടൽ കോസ്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ടോട്ടൽ കോസ്റ്റ് ഈസ് ഇക്വൽ ടു, ടോട്ടൽ കോസ്റ്റ് എങ്ങനെ കാണാൻ പറ്റും നമുക്ക്? ടോട്ടൽ കോസ്റ്റ് ഈസ് ഇക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് നമ്മൾക്കെന്ത് പറയാൻ സാധിക്കാം. ഇതിൽ നമ്മൾ അതിൻ്റെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, കോസ്റ്റും ഔട്ട്പുട്ടും തമ്മിലുള്ള. ഇൻ ദ ഷോർട്ട് റൺ ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് ഡസ് നോട്ട് ചേഞ്ച് എനി. അതായത് നമ്മൾ പറഞ്ഞു ഔട്ട്പുട്ട് എങ്ങനെ വാരി ചെയ്ത് കഴിഞ്ഞാലും കോസ്റ്റിൽ ഫിക്സഡ് കോസ്റ്റ്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്ന TFC നിൽക്കുന്നത് കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ ടോട്ടൽ കോസ്റ്റും ടോട്ടൽ വേരിയബിൾ കോസ്റ്റും എന്ത് ചെയ്യുന്നുണ്ട്? വാരി ചെയ്യുന്നുണ്ട്. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് TFCക്ക് ഗ്രേറ്റർ ദാൻ ആയിരിക്കും. അതായത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിന് വലുതായിരിക്കും TFC എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ കോസ്റ്റിന് മുകളിൽ നിന്നാണ് എന്ത് തുടങ്ങുന്നത്? ടോട്ടൽ കോസ്റ്റ് എന്നുള്ള ഇത് തുടങ്ങുന്നത്. ഇനി ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റിനേക്കാളും ചെറുതായിരിക്കും. ഓക്കെ, വെൻ ഔട്ട്പുട്ട് ഈസ് 0 ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് ഈസ് ഇക്വൽ ടു 0. നമ്മുടെ പ്രോഡക്റ്റ് ഔട്ട്പുട്ട് 0 ആയാൽ ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് എന്തായും? 0 ആവും. പക്ഷേ അവിടെയും ടോട്ടൽ കോസ്റ്റ് എന്തായിരിക്കില്ല? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കുമോ? ഇല്ലല്ലോ. അവിടെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് റിമെയിൻ സെയിം. ഓക്കെ, ഇനി റിലേഷൻ ബിറ്റ്വീൻ ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ്. ഷോർട്ട് റണ്ണിൽ ആവറേജ് കോസ്റ്റും മാർജിനൽ കോസ്റ്റും തമ്മിലുള്ള റിലേഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ബോത്ത് ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ് ആർ ഡിറൈവ്ഡ് ഫ്രം ടോട്ടൽ കോസ്റ്റ്. Average cost is obtained by dividing total cost by the number of units produced. ആവറേജ് കോസ്റ്റും മാർജിനൽ കോസ്റ്റും ഡിറൈവ് ചെയ്തിട്ടുള്ളത് ടോട്ടൽ കോസ്റ്റിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ടോട്ടൽ കോസ്റ്റിൽ നിന്നാണ് ആവറേജ് കോസ്റ്റ് കണ്ടെത്തുന്നതും മാർജിനൽ കോസ്റ്റ് കണ്ടെത്തുന്നതും. ഈ ആവറേജ് കോസ്റ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഡിവൈഡിങ് ദ ടോട്ടൽ കോസ്റ്റ് ബൈ ദ നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ്. നമ്മൾ ആവറേജ് കോസ്റ്റ് എങ്ങനെ കാണാം? ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്. നമ്മൾ എത്ര യൂണിറ്റ് ആണോ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ടോട്ടൽ കോസ്റ്റിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾക്ക് ആവറേജ് കോസ്റ്റ് കിട്ടുന്നത്.
by the number of units. Marginal cost is the cost of producing one additional unit of output. മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ടോട്ടൽ കോസ്റ്റിനോട് കൂടിയിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തോ അതിൻ്റെ കോസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. When the average cost increases, average cost increase ചെയ്യുമ്പോൾ the marginal cost is greater than the average cost. ആവറേജ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ദ മാർജിനൽ കോസ്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ആവറേജ് കോസ്റ്റ്. ആവറേജ് കോസ്റ്റിനേക്കാളും വലുതായിരിക്കും മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. വെൻ ദ ആവറേജ് കോസ്റ്റ് സ്റ്റേസ് ദ സെയിം, മിനിമം ഓർമ്മ, ദ മാർജിനൽ ഈക്വൽസ് ദ ആവറേജ് കോസ്റ്റ്. ആവറേജ് കോസ്റ്റ് സെയിം ആയിട്ട് അല്ലെങ്കിൽ സ്റ്റേസ് ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിൽക്കുകയാണെങ്കിൽ അവിടെ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് ആവറേജ് കോസ്റ്റിന് ഈക്വൽ ആയിരിക്കും. അതിൻ്റെ 3 സബ് പോയിൻറ്റ്സ് ആണ് നമ്മൾ പറയുന്നത്. അതായത് ആവറേജ് കോസ്റ്റ് ഫാൾസ്, മാർജിനൽ കോസ്റ്റ് ആൾസോ ഫാൾസ്. അതായത് ആവറേജ് കോസ്റ്റ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ മാർജിനൽ കോസ്റ്റും എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ബട്ട് മാർജിനൽ കോസ്റ്റ് ഈസ് ലോവർ ദാൻ ആവറേജ് കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് ആവറേജ് കോസ്റ്റിനേക്കാളും താഴെയായിരിക്കും എന്നുള്ളതാണ്. വെൻ ആവറേജ് കോസ്റ്റ് ഇൻക്രീസ് എം സി ആൾസോ ഇൻക്രീസ്. ആവറേജ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ മാർജിനൽ കോസ്റ്റും ഇൻക്രീസ് ചെയ്യും. പക്ഷേ മാർജിനൽ കോസ്റ്റ് ഈസ് ഹയർ ദാൻ ആവറേജ് കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് ആവറേജ് കോസ്റ്റിനേക്കാളും വലുതായിരിക്കും എന്നുള്ളതാണ്. ഫസ്റ്റ് പറഞ്ഞ പോയിന്റിൽ ആവറേജ് കോസ്റ്റ് കുറയുകയാണെങ്കിൽ മാർജിനൽ കോസ്റ്റും കുറയും. പക്ഷേ മാർജിനൽ കോസ്റ്റ് ആവറേജ് കോസ്റ്റിനേക്കാളും താഴെയായിരിക്കും എന്നുള്ളതാണ്, ചെറുതായിരിക്കും എന്നുള്ളതാണ്. ഇവിടെ മാർജിനൽ കോസ്റ്റ് ഇൻക്രീസ്, ആവറേജ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ മാർജിനൽ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. പക്ഷേ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് ആവറേജ് കോസ്റ്റിനേക്കാളും വലുതായിരിക്കും. മാർജിനൽ കോസ്റ്റ് വിൽ നോട്ട് കട്ട് ദ ആവറേജ് കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് എന്ത് ചെയ്യുക, ഫ്രം ബിലോ, ദാറ്റ് ഈസ് പോയിൻ്റ് ഓഫ് ഇക്വിലിബ്രിയം. മാർജിനൽ കോസ്റ്റ് ആവറേജ് കോസ്റ്റിനെ ബിലോയിൽ നിന്ന് താഴെ നിന്ന് കട്ട് ചെയ്യുന്ന ആ പോയിൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇക്വിലിബ്രിയം പോയിൻ്റ് എന്ന് പറയുന്നത്. ഒരു ഗ്രാഫിൽ ആവറേജ് കോസ്റ്റിനെ മാർജിനൽ കോസ്റ്റ് താഴെ നിന്ന് കട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ആ കട്ട് ചെയ്യുന്ന ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ ഒരു പോയിൻറ്റിനെയാണ് ഇക്വിലിബ്രിയം പോയിൻ്റ് എന്ന് പറയുന്നത്. എന്താണ് ഇക്വിലിബ്രിയം പോയിൻറ്റിൻ്റെ പ്രത്യേകത? അവിടെ കമ്പനിക്ക് നഷ്ടമോ ലാഭമോ ഇല്ലാത്ത മാക്സിമം പോയിൻറ്റിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി റിലേഷൻ എമംഗ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ്, ആവറേജ് വാരിയബിൾ കോസ്റ്റ്, ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ്. എന്തൊക്കെ തരത്തിലുള്ള ഷോർട്ട് റൺ കോസ്റ്റ് റിലേഷൻഷിപ്പിൽ, കോസ്റ്റ് ബിഹേവിയർ ഇൻ ദ ഷോർട്ട് റണ്ണിൽ ആവറേജ് ഫിക്സഡ് കോസ്റ്റും ആവറേജ് വാരിയബിൾ കോസ്റ്റും ആവറേജ് കോസ്റ്റും മാർജിനൽ കോസ്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇനി ആവറേജ് ടോട്ടൽ കോസ്റ്റ് curve and marginal cost curve is U-shaped because of the operation of the law of variable proportion. law of variable proportion എന്ന ആ നിയമത്തിന് അനുസൃതമായതുകൊണ്ട് ആവറേജ് കോസ്റ്റ് കർവ്, ആവറേജ് ടോട്ടൽ കോസ്റ്റ് കർവും മാർജിനൽ കോസ്റ്റ് കർവും എന്തായിരിക്കും, യു ഷേപ്പ് ആയിരിക്കും എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ ATCയുടെ ഷേപ്പ് നോക്കാം. AFC, ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ഫോൾസ് ആസ് ഔട്ട്പുട്ട് ഇൻക്രീസ്. ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് AFC എന്തായിരിക്കും, ഫോൾസ് ചെയ്യും. അപ്പോൾ AFCയുടെ കർവ് നോക്കും നിങ്ങൾ, മുകളിൽ നിന്ന് താഴോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ AFC, അപ്പോൾ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ആവറേജ് വാരിയബിൾ കോസ്റ്റ് ഫസ്റ്റ് ഫാൾസ് ആൻഡ് ദെൻ റൈസ്, സോ ഓൾസോ ദ ATC. ആവറേജ് വാരിയബിൾ കോസ്റ്റും ആവറേജ് ടോട്ടൽ കോസ്റ്റ് എന്ത് ചെയ്യും, ഫസ്റ്റ് ഡിക്രീസ് ചെയ്യും, പിന്നീട് എന്ത് ചെയ്യും, റൈസ് അപ്വേർഡ്.
ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ആവറേജ് വാരിയബിൾ കോസ്റ്റിൻ്റെ കർവ് നോക്കുക. ഫസ്റ്റ് മുകളിൽ നിന്ന് തുടങ്ങി താഴോട്ട് വന്നതിന് ശേഷമാണ് ആവറേജ് വാരിയബിൾ കോസ്റ്റ് മുകളിലോട്ട് പോകുന്നത് അഥവാ ഇൻക്രീസ് ചെയ്യുന്നത്. ഇനി ആവറേജ് വാരിയബിൾ കോസ്റ്റ് AVC സ്റ്റാർട്ട്സ് റൈസിങ് ഏർലിയർ ദാൻ ATC കർവ്. ആവറേജ് വാരിയബിൾ കോസ്റ്റ് ഫസ്റ്റ് റൈസ് ചെയ്യും. ആവറേജ് ടോട്ടൽ കോസ്റ്റിനേക്കാളും മുമ്പ് ആവറേജ് വാരിയബിൾ കോസ്റ്റ് ഇൻക്രീസ് ചെയ്ത് തുടങ്ങും എന്നുള്ളതാണ്. MC curve cuts both of AVC curve and ATC curve at their lowest point. ആവറേജ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ കർവ് AVC ആവറേജ് വാരിയബിൾ കോസ്റ്റിൻ്റെ കർവിനെയും ആവറേജ് ടോട്ടൽ കോസ്റ്റ് കർവിനെയും അതിൻ്റെ ലോവസ്റ്റ് പോയിന്റിൽ എന്ത് ചെയ്യും, ഇൻ്റർസെക്റ്റ് ചെയ്ത് പോവും, കട്ട് ചെയ്തുകൊണ്ട് പോവും എന്നുള്ളതാണ്. ഓക്കെ, ഇനി കോസ്റ്റ് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് ഇൻ ദ ലോങ് റൺ. ഇന്നത്തെ ലാസ്റ്റ് പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് കോസ്റ്റ് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ്? ഇൻ ദ ലോങ് റൺ കോസ്റ്റ് ഓഫ് ഫാൾസ്, ഔട്ട്പുട്ട് ഇൻക്രീസസ് ഡ്യൂ ടു എക്കോണമീസ് ഓഫ് സ്കെയിൽ. പ്രൊഡക്ഷന് ലോങ് റണ്ണിൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും. എന്തുകൊണ്ട്? എക്കോണമീസ് ഓഫ് സ്കെയിൽ കാരണമായിട്ട് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും. എന്താണ് എക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ട് ചെലവ് കുറയ്ക്കുന്നതിനെയാണ് എക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, കോൺസിക്വൻ്റ്ലി ദ ആവറേജ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഫാൾസ്. ഇത് കാരണം ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, പ്രൊഡക്ഷൻ്റെ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് കുറയും. Some firms experience diseconomies of scales if the average cost begins to increase. This fall and rise derives U-shaped, board-shaped average cost curve in the long run, which denoted the minimum point of the curve is said to be the optimum output in the long run. ആവറേജ് വേരിയബിൾ കോസ്റ്റ് ലോങ് റണ്ണിൽ ഫിക്സഡ് കോസ്റ്റും അതുപോലെ ഫിക്സഡ് ഫാക്ടേഴ്സും വാരിയബിൾ ഫാക്ടേഴ്സും എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്തത് കൊണ്ടാണ് ഔട്ട്പുട്ടിൽ ഡിക്രീസോ ഇൻക്രീസോ ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഷോർട്ട് റണ്ണിൽ ഫിക്സഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. ഇവിടെ ഫിക്സഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നതും അതുപോലെ തന്നെ വാരിയബിൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും പ്രൊഡക്റ്റ് ഇൻക്രീസ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതിനും ഡിക്രീസ് ചെയ്യുന്നതിനും കാരണമാണ് എന്നുള്ളതാണ്. ഓക്കെ, റിലേഷൻ ബിറ്റ്വീൻ ലോങ് റൺ ആവറേജ് കോസ്റ്റ് ആൻഡ് ലോങ് റൺ മാർജിനൽ കോസ്റ്റിൻ്റെയും ഒരു ഗ്രാഫാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഇതിൽ LMC ആൻഡ് LAC ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ പോയിൻറ്റിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.